അപ്പോൾ ഹായ് മച്ചന്മാരെ, വൈറ്റിയാണേ. നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ അത്യാവശ്യം തിരക്കിലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എനിക്ക് മടിയാണ്. കാരണം കുറേ ടൈം എടുക്കും വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റൊക്കെ ചെയ്യാൻ, നല്ല ടൈം എടുക്കും. അത് എനിക്ക് ക്ഷമയെന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് കാരണമാണ് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തത്. അതിന് നിങ്ങൾ കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതൊക്കെ എനിക്കറിയാം. സോറി. അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ ശ്രമിക്കാം, കൃത്യമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം, നല്ലപോലെ ശ്രമിക്കാം. അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ടെസ്റ്റ് മീറ്റപ്പിൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കാറായിരുന്നു. അപ്പോൾ അതിൽ വന്നേക്കുന്ന കുറേ മച്ചന്മാരുണ്ട്, ഒരു 10-15 മച്ചന്മാരോളം വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റോറി ഇട്ടോടനെ ആട്ടോ റൂമിട്ട്, അതുകൊണ്ടാണ് 15 പേരില്ല, 20 പേര് ഫുള്ള് കാണേണ്ടതാണ്. അപ്പം നമ്മൾ മച്ചന്മാരെല്ലാവരുമായിട്ട് നമ്മുടെ സിറ്റി 2 ഡെസേർട്ടിൽ നിന്ന് ഒരു ലോങ് ഡ്രൈവ് അങ്ങ് പോകാമെന്ന് പ്ലാൻ ഇട്ട് പെട്ടെന്ന്. അത് നിങ്ങൾക്ക് കാണും മനസ്സിലാവും, പെട്ടെന്നിട്ട പ്ലാനായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് ഇതാക്കുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ഗെയിം എന്താ പറയുക, CPM 1 നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും ഗെയിം ട്രൈ ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ CPM 1 ഓടിക്കുന്ന പോലെ വേറൊരു ഗെയിമിൽ എനിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല. അതാണ് മെയിൻ റീസൺ. ഞാൻ കുറേ ഗെയിം ഡൗൺലോഡ് ചെയ്ത് നോക്കി, കാർ സ്ട്രീറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കി, എന്താ പറയുക, CPM 2 ഡൗൺലോഡ് ചെയ്ത് നോക്കി. അങ്ങനെ നിറയെ കുറേ ഗെയിംസ് റഷ്യൻ വില്ലേജൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഈ ഗെയിം കളിച്ച് ഇതിൻ്റെ ആ ഒരു രീതിക്ക് മൊത്തം സെറ്റായിപ്പോയി. എൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോയി, ഈ ഒരു ഗെയിമിൻ്റെ രീതിയിലായിപ്പോയി. അപ്പം പിന്നെ ഇനി എന്നാ എടുക്കും, CPM 1 തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു PC ഒക്കെ സെറ്റായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പയ്യെ കണ്ടന്റ് മാറ്റും. അതുവരെ CPM 1 തന്നെയായിരിക്കും നമ്മുടെ കണ്ടന്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ പുത്തൻ ബൈപ്പാസിൽ കയറിയേക്കാണ്. ഇതിൻ്റെ പേരെന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ ഡെസേർട്ടിൽ നിന്ന് സിറ്റി 1 ബൈപ്പാസാണ്. ഈ ബൈപ്പാസിലാണ് നമ്മൾ മറ്റേ എന്താ പറയുക, ഇറ്റ് മൂവിക്കകത്തുള്ള പ്രയത്നമൊക്കെ കാണാൻ പോയത് ഈ ബൈപ്പാസിലെ സ്ഥലത്താണ്. പിന്നെ നമ്മുടെ തോറിൻ്റെ ഹാമറൊക്കെ വന്ന് പതിച്ചത് കുറച്ച് മുന്നേ ആയിരുന്നു. ആ സ്ഥലം കഴിഞ്ഞുപോയി, അവിടെ ആയിരുന്നു അതൊക്കെ വന്ന് പതിച്ചത്. അതൊക്കെ ആ ടൈമിലൊക്കെ വലിയ സംഭവമായിരുന്നു. പിന്നെ നമ്മുടെ ഗെയിമാർ മൊത്തം ഉടായ്പാണ് ഇപ്പം. അയ്യോ ഗൈസ്, പുത്ത വണ്ടി ഇടിച്ച്, ഇത്ര നേരം ഇടിക്കാൻ ഞാൻ ഇടിച്ച്. ഞാൻ നമ്മുടെ ജെസ്സി CPMൻ്റെ അടുത്തുനിന്ന് ക്യാഷ് കൊടുത്ത് ഇറക്കിയതേ ഉള്ളായിരുന്നു വണ്ടി. ആദ്യമായിട്ട് ഇടിച്ചങ്ങനെ. ഇതൊരു നല്ല ശകുനമാണെന്നാണ് തോന്നുന്നത്. നല്ല കിടിലൻ വണ്ടിയാണ് ഗൈസ്, നല്ല ക്ലീൻ സ്പെക്ക് ലോഗോ ഒക്കെയാണ് ജെസ്സി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാരും ജെസ്സിനെ അറിയായിരിക്കും. എൻ്റെ ഒട്ടുമിക്ക വണ്ടി ഡിസൈൻ ചെയ്യുന്ന ജെസ്സിയാണ്. ജെസ്സി നല്ല കിടിലൻ ഡിസൈനറാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് കൊടുത്താൽ, ഇപ്പോൾ അവനൊരു ബ്രേക്കിലാണ്, പിന്നെ ആണല്ലോ അവൻ ചെയ്തു തന്നോളൂ. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റി 1 കടക്കുകയാണ്. സിറ്റി 1 നമ്മുടെ നേരത്തെ പരിപാടിയെല്ലാം. പക്ഷേ ഇപ്പോൾ സിറ്റി 1 മടുപ്പാണ്. എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ പരിപാടി ചെയ്തുകൊണ്ടിരുന്നാൽ അത് ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് പയ്യെ ഓരോ മാപ്പായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ട്രോപ്പിക്കിനെ വല്ല വേറൊരു മാപ്പില്ല ഈ ഗെയിമിൽ. സിറ്റി 1 പോലും ട്രോപ്പിക്കിൻ്റെ അത്ര നൈസാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ട്രോപ്പിക് എന്ന് പറയുന്നത് എന്താ പറയുക, അനാവശ്യമായിട്ടൊരു സാധനമില്ല അവിടെ. ആവശ്യത്തിനുള്ളൊരു പെട്രോൾ അടിക്കാൻ 2 പെട്രോൾ ഫ്യൂൽ സ്റ്റേഷൻ, ഒരു കാർ സർവീസ് സെൻറ്റർ, പിന്നെ ഒരു കാർ വാഷ്. ഇത്രേ ഉള്ളൂ, ഇത് മതി. പിന്നെ കാർ സെയിലും. നമുക്ക് ഇത്രയും പോരെ. വേറെ അനാവശ്യമായിട്ടുള്ളൊരു സംഭവമില്ലോ. ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലം. അതാണ് സിറ്റി 1 മെയിൻ ഒരു പോരായ്മ എന്ന് പറയുന്നത്. കണ്ടമാന സ്ഥലമുണ്ട്, പക്ഷെ ഒരു ഉപയോഗമില്ല. ഇതെന്താ മിതത്വമായിട്ടുള്ള സ്ഥലങ്ങളേ ഉള്ളൂ, പക്ഷേ ഇഷ്ടം പോലെ കാണാനും കാഴ്ചകളുണ്ട്. എന്താ പറയുക, നമുക്ക് പോകാനും സ്ഥലങ്ങളുണ്ട്, ടെമ്പിളുണ്ട്. സിറ്റി 1 ടെമ്പിളുണ്ടോ? ഇല്ല. നമ്മുടെ ട്രോപ്പിക്കൽ ടെമ്പിളുണ്ട്, എന്താ ബീച്ചുണ്ട്, മറ്റേ കപ്പലൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന സ്ഥലമുണ്ട്, ട്രഷറുണ്ട്. എന്താ ഇല്ലാത്തേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇഷ്ടം പോലെ യാർഡ്സ് കിടപ്പുണ്ട്. എന്താ വെച്ചാൽ മറ്റേ ആഡംബര വോട്ടൊക്കെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഒരു എന്താ പറയുക, ഒരു ഓൾറൗണ്ടർ സ്ഥലമാണ് ട്രോപ്പിക് എന്ന് പറയുന്നത്. ട്രോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കാണെങ്കിൽ ട്രോപ്പിക് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടം. ഒന്നാമതൊക്കെ ഞാൻ ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും ഒക്കെ നിർബന്ധപ്രകാരമാണ് ഞാൻ സിറ്റി 1 റൂം എടുക്കുന്നത്. മെയിനായിട്ട് എല്ലാ മീറ്റപ്പ് ഞാൻ ട്രോപ്പിക്കിൽ എടുത്തുള്ളൂ. കാരണം എനിക്ക് ട്രോപ്പിക്കാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ ട്രോപ്പിക്കിൻ്റെ തീമിൽ നമ്മൾ ഉടനെ ഒരു വണ്ടിയാണ്, അത് ഐഡൻറ്റിറ്റി ആയിട്ട് കൊണ്ടുനടക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് ഉടനെ വരും, വെയിറ്റ് ചെയ്ത് കണ്ടോളൂ.
അത് നല്ലൊരെണ്ണം ഇറങ്ങുന്നിടം വരെ ഞാൻ ടൈം എടുക്കും. കാരണം നമ്മൾ ഇറക്കുമ്പോൾ നല്ല ഇറക്കണമല്ലോ, ഇല്ലേ വെറുതെ ആയിപ്പോവും. അപ്പം നല്ല കിടിലൊരു വണ്ടി ഞാൻ ഉടനെ ഇറക്കും. ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ട്രോപ്പിക്കിൻ്റെ ആ ഒരു സ്ഥലം എത്തി. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. ഈ ലോങ് ഡ്രൈവ് നമ്മൾ പോകുന്നത് നമ്മുടെ സിറ്റി 2-ലോട്ടാണ്. സിറ്റി 2-ലാണ് ഈ ഒരു ഡ്രൈവിൻ്റെ അവസാനം എത്താൻ പോകുന്നത്. ഈ സിറ്റി 2-ലോട്ടുള്ള ഈ ഒരു ബൈപ്പാസ് എന്ന് പറയുന്നത് എന്താ പറയുക, അല്ല ഹൈവേ, സോറി, ഈ ഹൈവേ എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല, വലിയ വൃത്തിയുള്ളതൊന്നും അല്ല. എന്താ പറയുക, നമ്മളിപ്പോൾ ആ ഡെസേർട്ടിൽ നിന്ന് സിറ്റി 1-ലോട്ട് വന്ന ഒരു ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല രസമാണ്. അതെന്തെങ്കിലും കാണാനെങ്കിലും ഉണ്ട്. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് എന്താ കുറച്ച് പാറ, ഒരു ടണൽ, അത്രേ ഉള്ളൂ. ടണൽ പോലും ഒന്നിനും കൊള്ളത്തില്ല. ഇത്രയും മോശപ്പെട്ട ടണലാണ് ഇവന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും എന്താ പറയുക, ഇത്രയും നമ്മളൊരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് ഈ ഗെയിമിന് ഇത്രയും കാശൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. ഇത് സ്ഥിരമായിട്ട് കളിച്ചൊക്കെ ഉള്ളൊരു മര്യാദ എന്നുള്ള രീതിയിൽ നല്ല നല്ല അപ്ഡേറ്റ്സ് ചെയ്ത് നമുക്ക് ഇവർക്ക് തരാമല്ലോ. അതൊന്നും ഒരു തരത്തില്ല. അവർ അനാവശ്യമായിട്ട് പ്രീമിയം അങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രമേ ഇറക്കത്തുള്ളൂ. ആൾക്കാർക്ക് ഉപയോഗങ്ങളൊന്നും ഇറക്കത്തില്ല. പിന്നെ ഗൈസ്, ഞാനൊരു കാര്യം ഇന്ന പോലെ ആലോചിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ വലുതായിട്ട് എഡിറ്റിങ്ങോ അങ്ങനെയൊന്നും അറിയത്തില്ല. എനിക്ക് എന്താ പറയുക, മാരകമായിട്ട് എഡിറ്റ് ചെയ്യാൻ ഒന്നും അറിയത്തില്ല. അപ്പം എൻ്റെ വീഡിയോസ് ഒട്ടുമിക്കതും നിങ്ങൾ കാണുമ്പോൾ റോ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, കൊള്ളാത്തതായിട്ട് തോന്നാം. ഓ വണ്ടി ക്രാഷായി. ഈ വണ്ടി ഇന്ന് തന്നെ ഞാൻ വിൽക്കും. ഇത് ശരിയാകത്തില്ല. ഇത്രയും പുത്തനെടുത്ത വണ്ടി ഞാൻ മാക്സിമം സൂക്ഷിച്ചാണ് ഓടിക്കുന്നത്. എന്നിട്ട് ഇത്രയും പൊട്ടം ക്രാഷായി. ഈ വണ്ടി ഞാൻ വിൽക്കും. എൻ്റെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ വെച്ചാൽ ഞാൻ ഈ വണ്ടി ഒന്ന് കൊടുക്കും. അതെന്തിലാട്ടെ. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വലിയ കഴിവില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഒരു CPM പോഡ്കാസ്റ്റ് പോലെ സംഭവം തുടങ്ങിയാലോന്ന്. ജസ്റ്റ് വണ്ടി ഓടിക്കുന്നു, ഞാനാണെങ്കിൽ ഇങ്ങനെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കൊണ അടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ കൊണാതെ പോഡ്കാസ്റ്റൊക്കെ പോലെ. അപ്പം അതുപോലെ 2-3 വീഡിയോസ് സെറ്റ് ചെയ്യാൻ ഇന്ന പോലെ എനിക്കൊരു പ്ലാനുണ്ട്. ഇത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇട്ടാൽ മതി. ഒരാളിട്ടാൽ മതി, ഞാൻ ഇന്നാളും വീഡിയോ ഇടും. കാരണം ഒരാളേലും കാണാൻ ഉണ്ടാവുമല്ലോ. നമ്മുടെ സിറ്റി 2-ലോട്ടുള്ള വഴി കയറി. അപ്പം ഇവിടെ മറ്റേ ഡോണറ്റ് ഷോപ്പ് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ആകെ മഞ്ഞ് പിടിച്ച് കിടക്കുവാണല്ലോ. ഡിസംബർ ആവാറായതിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല മഞ്ഞൊക്കെ ഉണ്ട്. എന്തായാലും ക്രിസ്മസിന് ഒരു നല്ല അപ്ഡേറ്റേലും കൊണ്ടുവന്ന് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സിന് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഡിസ്കോഡിനകത്ത്. അതവർ കണ്ടിട്ട് റിപ്ലൈ തരുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാം. കാരണം അവർ എനിക്കിതിന് മുന്നേ 2-3 മെസ്സേജിന് റിപ്ലൈ ഒക്കെ തന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം എല്ലാവരുടെ അടുത്ത്. ഈ വണ്ടി ഞാൻ ഇത്രയും ആറ്റുനോറ്റ് മേടിച്ചിട്ട് എന്താണ് 4 രജിസ്റ്റേർഡ് വണ്ടി ഇടിച്ച് ചളക്കിയിരിക്കുന്ന കണ്ടില്ലേ? എനിക്ക് ദണ്ണം വരുന്നു ഗൈസ്. ഞാൻ ഇത് ഉപയോഗിക്കൂല, എനിക്ക് വയ്യ, എനിക്ക് വേണ്ട. കേരളാക്കിനുള്ള ഇഷ്ടം പോയി. അയ്യോ വഴി തെറ്റിപ്പോയി. എടേ വണ്ടി മാറ്റടേ. എന്താണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ കാര്യം. നമുക്ക് ഇവിടെ ഒരു സർവീസ് സെൻറ്റർ പോലത്തെ സംഭവമുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഈ വണ്ടി ഒന്ന് പണിയാൻ. കോപ്പ് ആ ഒരു മൂടങ്ങ് പോയി. അപ്പം ഗൈസ്, എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ എടേ എന്തുവാടേ ഗൈസ്, ഇവന്മാരൊന്നും എന്നെ ഇവിടെ നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എനിക്കൊരു കണ്ടന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാ, കുറച്ച് കോർഡിനേഷനൊക്കെ ഉള്ള കുറച്ച് പിള്ളേർ വേണം. അപ്പം എന്താ പറയുക, ഞാൻ പറയുന്ന പോലെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. നമുക്കൊരു വീഡിയോ സെറ്റ് ചെയ്യാം. സിനിമാറ്റിക്കും അങ്ങനത്തെ വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ വണ്ടി പണിഞ്ഞു. ഞാൻ ഇവിടെ നമ്മുടെ ലോങ് ഡ്രൈവിൻ്റെ എൻഡിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അടുത്ത മറ്റേ പോഡ്കാസ്റ്റൊക്കെ ആയിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബൈ ഓൾ, സി യു.